का वचन मनन के लिए हम लोग यूहन्ना का पुस्तक से पढ़ेंगे। യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം यूहन्ना का सुसमाचार 10 अध्याय അതിന്റെ 9 വാക്യം. उसका 9। യോഹന്നാൻ 10ന്റെ 9 വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. द्वार मैं ही हूँ, यदि कोई मेरे द्वारा भीतर प्रवेश करे तो उद्धार पाएगा और भीतर बाहर आएगा जाएगा करेगा और चारा पाएगा। ഒക്കെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കർത്താവിൽ ആകുകയും അവൻ രക്ഷ പ്രാപിക്കുകയും പിന്നെ പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പം ഈ കാര്യങ്ങളെ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്ന് അല്പം പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാം. तो जो प्रभु में आ जाने के बाद, उद्धार पाने के बाद वो द्वार से प्रवेश करेगा और भीतर बाहर आया जाया करेगा और चारा भी पाएगा करके इस विषय में थोड़ा वचन के अनुसार हम थोड़ा देखेंगे। അവിടെ കർത്താവിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കൂ എന്നുള്ളതിനെ കുറിച്ച് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. तो प्रभु में विश्वास करने के द्वारा उद्धार पाएंगे करके ये विषय तो हम जानते हैं। എന്നാല് അവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ നമുക്ക് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17 അധ്യായം 26 വാക്യത്തിൽ നോഹയുടെ കാര്യം പറയുമ്പോൾ അകത്തു വരികയും പുറത്തു പോവുകയും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അല്പം വിശദമായിട്ട് നമുക്ക് പഠിക്കാം. तो जब प्रभु अंदर बाहर जाएगा करके विषय में जब बोलते समय में उस संबंध में आज हम लोग वचन के अनुसार थोड़ा हम देखेंगे। जो प्रभु यही शब्द प्रभु नोहा के समय में नोहा को भी इस विषय को बोला था। ഈ സൺഡേ നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചതാണ് സഹോദരന്മാരെ. കുറച്ചും കൂടെ നമുക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാം. रविवार को आराधना के दिन में हम लोग गोरेगांव मंडली में विषय में हमने अभ्यास किया था, इसलिए थोड़ा और हम लोग इसके गहराई में जाएंगे। ലൂക്കോസ് സുവിശേഷം 17ന്റെ 26 നമ്മൾ വായിക്കുകയാണ്. लूका का सुसमाचार 17 अध्याय उसका 26 में हम पढ़ते हैं। നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. जैसे नूह के दिनों में हुआ था वैसे ही मनुष्य का पुत्र के दिन में भी होगा। എന്നിട്ട് പിന്നെ പറയുകയാണ്, നോഹ പെട്ടകത്തിൽ കടന്നു. നോഹ പെട്ടകത്തിൽ കടന്നു. അതേ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്ത് വരും. എൻഡർ, ആ എൻഡർ എന്നുള്ള പദമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലും ലൂക്കോസില് നോഹ പെട്ടകത്തിൽ കടന്നതിനോടുള്ള ബന്ധത്തിൽ എൻഡർ, കർത്താവിലേക്ക് പ്രവേശിക്കും. तो वहां पर 27 में पढ़ते समय में जिस दिन तक जहाज पर ना चढ़ा, तो वहां पर चढ़ा करके विषय में जो उसका मूल परिभाषा में देखते समय में जब तक वो प्रवेश नहीं किया करके या अंदर प्रवेश नहीं किया करके ऐसा शब्द है। जो सेम शब्द जब हमने यूहन्ना का पुस्तक 10 में हमने पढ़ा, जो मुझ पर विश्वास करेगा वो भीतर बाहर जाएगा, मतलब भीतर प्रवेश करेगा करके, वही शब्द है नोआ का। लूका का पुस्तक 19 में प्रभु नोआ का दिन को लेकर कहता है कि नोआ जहाज के भीतर गया। അപ്പൊ ഞാൻ ആടുകളുടെ വാതിലാണ്, എന്നിലൂടെ കടക്കുന്നവൻ, എന്നിലൂടെ എൻ്റർ ചെയ്യുന്നവൻ. അപ്പോൾ നോഹയുടെ കാലത്ത് നമുക്കറിയാം, കർത്താവ് പറയുകയാണ് നോഹയുടെ പുസ്തകത്തിലെ അതിന്റെ 6 അധ്യായം, സകല ജഡത്തിന്റെയും അന്ത്യം എന്റെ മുമ്പിൽ വന്നു, ഞാൻ സകല ജഡത്തെയും ന്യായം വിധിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ ഒരു പെട്ടകം പണിയണം. അപ്പൊ നമുക്ക് ആ സംഭവങ്ങൾ അറിയാം. അപ്പോൾ പെട്ടകം പണിത് പെട്ടകത്തിനോടുള്ള ബന്ധത്തിൽ പെട്ടകത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാത്തവരോടുള്ള ബന്ധത്തിലാണ് അവർ പറയുന്നത്. അവരെ തിന്നു. അവിടെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെ തിന്നു, കുടിച്ചു, വിവാഹത്തിന് കഴിച്ചു, വിവാഹത്തിന് കൊടുത്തും പോന്നു. और फिर जब वो प्रभु ने कहा है कि जो भेड़ों के प्रवेश करने के लिए द्वार मैं ही हूँ, मुझसे प्रवेश कर वो लोग भीतर बाहर उलझ जाएंगे और चारा पाएंगे करके विषय में प्रभु ने जो विषय कहा था, वही बात का छाया की रीति से है। हम देखते हैं कि नूह के समय के लोगों के विषय में जब प्रभु ने नूह को
जब जहाज बनाने के लिए बोला था, जो हम लोग उत्पत्ति का पुस्तक 6 अध्याय में पढ़ते समय में, जब परमेश्वर ने देखा कि मनुष्य का पाप बहुत ज्यादा बढ़ने की वजह से परमेश्वर ने पछताया मनुष्य को बनाने के लिए, इसलिए नोहा को आज्ञा देता है जहाज बनाने के लिए। और उस जहाज को बनाते समय में है, परमेश्वर वहां पर नोहा को आज्ञा देता है जहाज में उसको प्रवेश करने के लिए। तो उस समय में प्रवेश करते समय में वहां पर क्या होता है कि उस समय के लोग, वापस 27वां वाक्य में हम देखते हैं कि उस दिन तक लोग जो है खाते पीते और विवाह शादी में होते थे करके, ये एक स्वभाव या उस समय के लोगों का बातों को हम वहां पर हम देखते हैं। എന്നാല് നോഹയും കുടുംബവും അവിടെ ജലപ്രളയം വരുമെന്നുള്ള ദൈവത്തിന്റെ സന്ദേശം കിട്ടിയപ്പോൾ അവര് തിന്നുകയും കുടിക്കുകയും ചെയ്തെങ്കിലും അവരെ വളരെ ഭയഭക്തിയോടുകൂടെ ഈ പെട്ടകത്തിൽ കടക്കാനുള്ള അവരുടെ ആ ഒരു പെട്ടകം പ്രിപ്പയർ ചെയ്യാണ്, പെട്ടകം ഒരുക്കുകയാണ്. तो हम देखते हैं कि नोआ के समय में भी साधारण लोग, उन लोग खाते पीते और अपना मनोरंजन में जी रहे थे। हम देखते हैं कि जब जैसे ही परमेश्वर का आज्ञा जब नोआ को आया जहाज बनाने के लिए, तो हम क्या देखते हैं कि नोआ भक्ति के साथ कार्य कर रहा है। वो तभी भी खाने पीने का स्वभाव उसमें भी था, परंतु वो भक्ति के साथ, धार्मिकता के साथ, परमेश्वर का वचन के अनुसार बातों को देकर वो जहाज बना रहा था। നമ്മള് ജനങ്ങള് ഒരു അല്ലെങ്കിൽ ന്യായവിധി വരുന്നു എന്നുള്ളത് ആ വചനം കേട്ടിട്ടും അത് പരിഗണിക്കാതെ, അത് സീരിയസ് ആയിട്ട് എടുക്കാതെ, ദൈവത്തിന്റെ വചനത്തെ നിന്ദിച്ചു കളഞ്ഞുകൊണ്ട് അവര് തിന്നുകയും കുടിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ നോഹ അങ്ങനെ ആയിരുന്നില്ല. നോഹ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അരുളപ്പാട് കിട്ടിയപ്പോൾ നമ്മള് എബ്രായ ലേഖനം 11 अध्याय, तो जब लोगों ने उस समय, नोआ के समय के लोगों ने जब उन लोगों ने वचन को सुना, सुसमाचार को सुना या वाणी को सुना कि न्याय होने वाला है करके भी, तो भी उन लोगों ने, उनके जीवन में कोई भी परिवर्तन उन लोगों ने किया नहीं। उन लोग तो भी, उन लोग का स्वभाव में, रीति में कुछ बदलावट ना होकर, वो जो वाणी जो आया कि न्याय होने वाला है करके, उस न्याय का वाणी को उन लोग ने गंभीरता से नहीं ले, सीरियसली ना लेते हुए वापस अपने ही तौर तरीके, रीत रिवाजों में चले गए, खाते पीते और शादी में, विवाह में बदते हुए करते रहे, उसी बात में स्वाभाविक रीति से वो लोग चले गए। परंतु नोहा वैसा नहीं था। परमेश्वर का न्याय का विधि का जब उसको जब ऐलान मिला, वचन मिला, तो तुरंत भक्ति के साथ वो जहाज बांधने के लिए गया करके हम देखते हैं। इस विषय में जब हम लोग इब्रानी का पुस्तक में हम पढ़ते समय में 11 അധ്യായത്തിന്റെ 7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ उसका 11 का 7 में हम पढ़ते हैं, വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ നോഹയും കുടുംബവും അത് വിശ്വാസത്തിൽ ഏറ്റെടുത്തു. വിശ്വാസത്താൽ അവൻ എന്ത് ചെയ്തു? देखते कि विश्वासी से मतलब क्या, जब परमेश्वर का वाणी जब नूह को आया, नूह ने क्या किया, उस नूह और उसके कुटुंब ने विश्वासी से जो आज्ञा परमेश्वर ने दिया था, वो विश्वास से भरकर वो लोग ने काम करने शुरू किया। അതുവരെയും കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ മഴ പെയ്യും എന്നുള്ളത് അതുവരെയും കണ്ടിരുന്നില്ല. ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊങ്ങിയാണ് ഭൂമി നനച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മഴ പെയ്യും എന്നുള്ളത് നോഹ അതുവരെയും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞു അതുകൊണ്ട് അത് അവൻ വിശ്വാസത്തിൽ എടുത്തു, മഴ പെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ അതുവരെ അവൻ മഴ എങ്ങനെയാണ് പെയ്യുന്നതെന്ന് അവൻ അറിയില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ മഴ പെയ്യും, ന്യായവിധി വരും, അവൻ എന്ത് ചെയ്തു? ഭയഭക്തി പൂണ്ട് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ദൈവത്തോട് ഭക്തിയുള്ളവനായി തീർന്നിട്ട് ഭയഭക്തി പൂണ്ട് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി പെട്ടകം പണിതു എന്നാണ് വായിക്കുന്നത്. तो विश्वासी से नूह ने उन बातों पर विश्वास में जो उस समय दिखाई ना पड़ी थी। हम देखते हैं कि उस समय तक, नूह के दिनों में, जब तक बारिश आने से पहले तक क्या हुआ था कि कभी भी बारिश उसके पहले गिरा नहीं था। हमेशा ओस जमीन में ठंडा कर कर उसको गिल्ला करता था, और वो ड्यू से, ओस से था जमीन को और भूमि को, बाकी खेती को पानी मिलता था और उससे बढ़ोतरी होता था। परंतु उस दिन क्या हुआ, एक ऐसा घटना हुआ जो किसी ने देखा नहीं था। तो वो बात को वो लोग ने ना देखने पर भी, दिखाई देने पर भी, विश्वास से नूह और उसके कुटुंब ने ये विश्वास किया कि परमेश्वर ने जो बोला है वैसे ही होगा करके, ये विश्वास को लोग ने कर क्या किया, उनका विश्वास कैसा था, धर्म का विश्वास किया करके हम लोग उसमें हम पढ़ते हैं कि उस धर्म के विश्वास से
वो लोग ने परमेश्वर का वाणी को वो सुनकर भक्ति के साथ वो लोग ने परमेश्वर ने किया हुआ बात को आज्ञा मानकर वो लोग ने जहाज बनाया। അപ്പോൾ അദ്ദേഹം വിശ്വാസത്താൽ പെട്ടകം പണിയുകയും വേണം, ഈ ന്യായവിധി വരുന്നുവെന്ന് ജനങ്ങളോട് പ്രസംഗിക്കുകയും വേണം. അപ്പോൾ ഉണ്ടായിരുന്ന ഭക്തി, താൻ തിന്നുകയും കുടിക്കുകയും ചെയ്തത് ഭക്തിയോടും വളരെ ആദരത്തോടും ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ടുള്ള രീതിയിലായിരുന്നു. എന്നാൽ ന്യായം വിധിക്കപ്പെട്ടു, ജലപ്രയം വന്നു, അവരെ നശിപ്പിച്ചു കളഞ്ഞു. അവരെ സംബന്ധിച്ചോളം ദൈവത്തിന്റെ വചനം അവർ ഉൾക്കൊണ്ടില്ല, അതിനെ നിസ്സാരമായിട്ടെടുത്തു. तो क्या हुआ कि नोहा को जिम्मेदारी था कि जहाज बनाना है, क्योंकि परमेश्वर का वाणी था, तो विश्वासी से उसने जहाज बनाया। उसके अलावा उसको लोगों को जाकर चेतावनी भी देना था कि न्याय आने वाला है, प्रलय आने वाला है करके, इसलिए तुम लोग सब जहाज में आओ, बचो करके, ऐसा ये जाकर प्रचार भी वो करना था। इन सब बातों में जब वो जीते समय में, भय भक्ति के साथ वो जीते समय में, वो खाते पीते प्रभु पर आश्रय कर कर भय के साथ वो सब काम करके खाता पीता था। परंतु लोगों का स्वभाव क्या है कि वो लोग बिना डरे, मतलब परमेश्वर का कोई खौफ ना डर ना रहते हुए, अपना स्वयं का मनोरंजन में रहते हुए परमेश्वर का वाणी और चेतावनी को गंभीरता से ना देकर मजाक उड़ाया और अपना अवस्था में वो लोग जीने लगे। जब तक बारिश हुआ, न्याय आने तक वो लोग क्या करते थे, वही पुराना रीत के समान वो लोग जी रहे थे। അതിൽ പിന്നെ നമ്മൾ വായിക്കുകയാണ്, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ലോകത്തെ കുറ്റം വിധിച്ചു, കാരണം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എന്താണ്, ഒരു ന്യായവിധി വരുന്നു, നിങ്ങൾ ഈ പെട്ടകത്തിൽ കടക്കണം. അപ്പോൾ നോഹയും കുടുംബവും പെട്ടകം പണിയുകയും ആ പെട്ടകം തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടിയാണ് പണിത്. കാരണം 8 പേർക്കുള്ള പെട്ടകത്തിന്റെ സ്ഥലമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. वहां पर हम पढ़ते हैं कि वाक्य 7 में, इब्रानियों 11 का 7 में, उसके द्वारा उसने संसार को दोषी ठहराया। यानी कि क्या, जब वो वाणी बोलते समय में सुसमाचार या ज्ञान न्याय होने वाला है, प्रलय आने वाला, इस विषय में बोलते समय में वो संसार को वो दोषी ठहरा कर उसने अपने लिए और अपना परिवार के लिए जहाज बनाया। जिसमें हम देखते हैं कि उस जहाज में सिर्फ 8 लोग ही, मनुष्य लोग ही प्रवेश कर सके करके जो प्रभु ने आज्ञा दी, तो उसके अनुसार उसने अपने परिवार के लिए जहाज बनाया। അപ്പൊ നമ്മൾ ആ പെട്ടകത്തെ കുറിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ, ആ പെട്ടകം ഉണ്ടാക്കുന്നതിനുള്ള ബന്ധത്തിൽ കർത്താവ് അതിനുള്ള സ്കെച്ചും അതിന്റെ പ്ലാനൊക്കെ കൊടുത്തപ്പോൾ, അതിന്റെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആ പെട്ടകത്തിന് ഒരു കിളിവാതിലുമുണ്ട്, ഒരു വാതിലുമുണ്ട്, അകത്ത് പ്രവേശിക്കാൻ ഒറ്റ വാതിലേ ഉള്ളൂ. तो जब उस जहाज बनाने के विषय में जब प्रभु आज्ञा देते समय में, यूहन्ना 6:16 में जब हम पढ़ते समय में, वहां से प्रभु नोहा को जब आज्ञा देता है कि किस रीति से तुझे जहाज बनाना है, उसका आकार क्या होगा करके, उसमें बोलते समय में प्रभु ने खास निर्देश उसमें दिया था कि एक यह है कि तुझे उसमें एक दरवाजा बनाना और एक खिड़की बनाना है। इस रीति से उस जहाज में एक ही दरवाजा था जिसके द्वारा वो लोग उस जहाज में प्रवेश कर सकते थे। അപ്പം സർവമാന പേർക്കും രക്ഷപ്പെടുവാൻ ദൈവം ഒരു വഴിയെ ഒരുക്കിയിട്ടുള്ളൂ. അത് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ. അപ്പോൾ രക്ഷയ്ക്കുള്ള ഏക മാർഗം കർത്താവായ യേശുക്രിസ്തുവാണ്. നോഹ ആ പെട്ടകത്തിൽ കടന്നപ്പോൾ ആ വചനം കേട്ട ആൾക്കാരെ അവര് തിന്നും കുടിച്ചും ജീവിച്ചു, പക്ഷെ ജലപ്രളയം വന്നു, അവരെ നശിപ്പിച്ചു കളഞ്ഞു. तो क्या हुआ कि जब एक ही दरवाजा था, इस रीति से प्रभु ने जब वचन में कहा कि मार्ग सत्य जीवन मैं ही हूँ, मेरे द्वारा ही तुम प्रवेश कर सकते हो करके जो प्रभु ने कहा हुआ, वो एक ही मार्ग, एक ही दरवाजा प्रभु ही है जिसके द्वारा उद्धार होता है। उसके अनुसार नोहा ने जैसा आज्ञा के अनुसार आया, उसने उस आज्ञा के अनुसार जहाज बनाया जैसा परमेश्वर ने कहा। परंतु जो लोगों ने वो चेतावनी नहीं सुना और वाणी ना सुनने के बाद भी उस बात को नहीं मानने वाला लोग, वो लोग अपने इच्छा के अनुसार स्वयं में जैसा पहले करते आ रहे थे किया, और क्या हो गया, जैसे ही नोआ प्रवेश किया, बारिश हुआ, बाढ़ आया और बाकी सब लोगों को न्याय किया। അപ്പോൾ ഇനിയുള്ള കാലം, ഇന്ന് നമ്മൾ വസിക്കുന്ന ഈ കാലം ദൈവം ജലത്താലല്ല, അത് നമ്മൾ 2 പത്രോസ് 3 വായിക്കുന്നുണ്ട്. അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു, തീ കൊണ്ട് നശിപ്പിക്കാനായിട്ട് ന്യായവിധി വരും. അപ്പോൾ നമ്മളെല്ലാവരും ആരാണ്? നോഹയെ പോലെ ഈ കർത്താവായ യേശുക്രിസ്തുവാണ് പെട്ടകമെന്നും, ഒരു തീ കൊണ്ട് ലോകം നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിലേക്ക്, ഞാനാണ് വാതിൽ, രക്ഷപ്പെടാനുള്ള വാതിൽ ഞാനാണ്, ഞാൻ എന്നിലൂടെ വന്നാൽ അകത്തു വരും. അപ്പോൾ നോഹ ആ വാക്യം നോഹയുടെ ജീവിതത്തിൽ സമ്പൂർണമായും നിവർത്തിക്കപ്പെട്ടു.
എന്നിലൂടെ കടക്കുന്നവൻ, എന്നിലൂടെ എൻ്റർ ചെയ്യുന്നവൻ. അങ്ങനെ നോഹ പെട്ടകത്തിനുള്ളിൽ കടന്നു, ജലപ്രളയം വന്നു, ജനം നശിച്ചു. നമ്മളും ഈ കാലഘട്ടത്തിൽ ജലപ്രളയമല്ല ഇനി വരാൻ പോകുന്നത്, തീ കൊണ്ട് ലോകത്തെ നശിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവാണ് ഏക വഴി, ഒരു വാതിൽ. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം ക്രിസ്തുവിൽ ഉൾപ്രവേശനം നടത്തി. ആ ഉൾപ്രവേശനം നടത്തിയപ്പോൾ നാം രക്ഷിക്കപ്പെടും. കർത്താവ് പറഞ്ഞല്ലോ, എന്നിലൂടെ അകത്ത് വരുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മളെ കർത്താവിലുള്ള വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ വരുന്നവൻ രക്ഷിക്കപ്പെടും. എന്നിട്ട് പറയുകയാണ്, ഇനിയും നമ്മളെ കുറച്ചും കൂടെ അതിന്റെ വിശദമായ കാര്യങ്ങള് ക്രിസ്തുവിന്റെ അകത്ത്, ക്രിസ്തുവിൽ എൻട്രി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. तो आप इसके लिए अभी नए नियम में इस वचन को हम लोग कैसा हम समझेंगे। नए नियम में हम देखते हैं कि प्रभु अभी जल से नहीं, पानी से नहीं न्याय करने वाला है। हम लोग जब दूसरा पत्रोस 3 अध्याय में पढ़ते समय में वहां पर हम देखते हैं कि परमेश्वर ने ये दुनिया को आग से न्याय करने के लिए बचा के रखा है। दूसरा पत्रोस 3:7 जब हम पढ़ते समय में हम देखते हैं, तो आग से जब ये न्याय विधि होते समय में वो आग जो न्याय दर्शाता है, और नोहा के समान हम लोग हैं इस दुनिया में, जो विश्वासी लोग हैं, जो दुनिया में जाकर प्रचार करके बोलेंगे कि अब ये संसार में न्याय के द्वारा न्याय होने वाला है, आग से न्याय होगा करके, इसलिए उद्धार पाओ। उद्धार पाने के लिए जो नए नियम का जो जहाज है वो है प्रभु यीशु मसीह, जो एकमात्र उद्धार है, जिसके द्वारा हमको उद्धार मिलेगा। जिस रीति से नोहा ने उस दिनों में प्रचार करके वो उद्धार पाया, बच गया, उसी रीति से नए नियम में आज हम लोग हैं उद्धार पाए हुए लोग, जो उस प्रभु में रहने विश्वास करने की वजह से उद्धार पाया, और उससे जिसके वजह से हम बच गया जाने वाले हैं आने वाले आग का न्याय से। तो अभी ये बात हो जाने के बाद वापस हम लोग जब यूहन्ना 10 में हम लोग पढ़ते समय में प्रभु जो हमारा द्वार है करके ये समझ जाने के बाद, उद्धार पाने के बाद अभी क्या है, अभी एक भीतर और भी भीतर प्रवेश करने का एक अवस्था है, जिसके बारे में अभी हम देखने वाले हैं। നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 32 വാക്യം ഒന്ന് വായിക്കാം. യോഹന്ന 12:32 हम पढ़ते समय में അത് കർത്താവ് പറയുകയാണ്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചല്ല പറയുന്നത്. तो वहां पर उसका यूहन्ना 12:32 में पढ़ते समय में, और मैं यदि पृथ्वी पर से ऊंचे पर चढ़ाया जाऊंगा करके, ये ऊंचे पर चढ़ाया जाऊंगा मतलब ये पुनरुद्धान के बारे में बात नहीं कर रहा। എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഈ പെട്ടകത്തിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണമോ എന്ന് പറഞ്ഞാൽ, നോഹയുടെ കാലത്ത് നോഹയ്ക്കും കുടുംബത്തിനും ദൈവം ഒരു സ്ഥലം ഒരുക്കിയതുപോലെ കർത്താവായ യേശുവിൽ കൂടെ രക്ഷിക്കപ്പെടേണ്ടവർക്ക് ക്രിസ്തുവിൽ ദൈവം സ്ഥലം ഒരുക്കുകയാണ്. കാരണം ക്രിസ്തുവിന്റെ അകത്ത് പ്രവേശിച്ചിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ന്യായവിധി അനുഭവിക്കുകയായിരുന്നു. കാരണം ഈ നോഹ പെട്ടകത്തിൽ കടന്നു കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിലൂടെ ആ പെട്ടകം പോയി ന്യായവിധിക്ക് അപ്പുറത്ത് വന്നു. ഇതുപോലെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുൻപേ താൻ രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരെ താൻ വഹിച്ചുകൊണ്ട് ആ ന്യായവിധിയാകുന്ന വെള്ളത്തിലൂടെ പോയി അവൻ പുനരുദ്ധാനം പ്രാപിച്ചു. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് 12:32, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു. ആ ഉയർത്തപ്പെടലിനെ കുറിച്ചാണ് യോഹന്നാൻ 12:32 പറയുന്നത്. तो इसलिए जब मैं यदि पृथ्वी पर से ऊंचा पर उठा लिया जाऊंगा, मतलब क्या है कि वो पुनरुद्धान के विषय में नहीं कह रहा है, बल्कि क्रूस पर टंगाने के विषय में कह रहा था। तब क्या होगा, तो सबको अपने पास खींचूंगा। तो इस सब में मतलब क्या है, जो कोई भी प्रभु यीशु मसीह पर विश्वास करके उस जहाज में प्रवेश करने विश्वास करेगा, उस विश्वास की वजह से वो लोग सब लोग मसीह जो जहाज है उस पर वो लोग प्रवेश करेंगे। उन लोगों को प्रभु क्या करेगा, सबको अपने और वो खींचेगा, जो नए नियम के विश्वासी लोगों को विश्वास करने के द्वारा है करके। तो प्रभु जब यहाँ पर कहते समय में पृथ्वी पर से मैं ऊंचाई पर चढ़ाया जाऊंगा करके बोलते समय में, जैसा मूसा ने पितल का सर्प को मरुभूमि में जंगल में ऊंचे पर उठाया था, उसी रीति से है प्रभु यहाँ पर क्रूस में ऊंचा उठाने के विषय, चढ़ाया जाने के विषय में वो कह रहा है। അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ എല്ലാവരെയും ആകർഷിക്കും എന്നുള്ളതല്ല, എല്ലാവരെയും എന്നിലേക്ക് കൊണ്ടുവരും. അതാണ് കർത്താവ് നമ്മള് പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. 1 പത്രോസ് 2:24 നമ്മുടെ പാപങ്ങളെയും വഹിച്ചുകൊണ്ട്, പഴയ നിയമത്തിൽ മഹാപാപ പരിഹാര ദിവസം മരുഭൂമിയിലേക്ക് പോകുന്ന ആട് ജനങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപം കാൽവരി ക്രൂശിൽ വഹിച്ച് നമ്മളെ ക്രിസ്തുവിൽ വഹിച്ചുകൊണ്ട് അവൻ ആ ന്യായവിധിയിലൂടെ പോയി.
അപ്പോൾ അതാണ് നമ്മള് വാസ്തവത്തിൽ നമ്മള് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. तो वो उधर हम पढ़ते समय में यूहन्ना 12 का 32 में, तो उसमें बी पार्ट में लिखा है कि जब वो ऊंचे पर चढ़ाया जाएगा तो प्रभु क्या करेगा, क्रूस में आते समय में उन सभी लोगों को अपने पास वो खींचेगा, अपने पास वो खींचेगा, मतलब अपने अपने ओर वो आकर्षण करेगा, अपने ओर आकर्षण करके जो हमारा पाप है वो सारा पाप प्रभु क्रूस में अपने ऊपर उठाएगा। यही बात हम लोग जब पहला पतरस 2 का 24 में भी हम पढ़ते हैं, समय में हम पढ़ते हैं कि वही हमारा पापों को अपने देह पर लिए वो क्रूस पर चढ़ा और पेड़ पर चढ़ा, क्रूस पर चढ़ा है करके हम लोग यही बात को हम पढ़ते हैं। तो ये काम है प्रभु यीशु मसीह ने कलवरी क्रूस में हमें खींचा, मतलब हमारा पापों को लेकर क्रूस में गया करके उस विषय में हम पढ़ते हैं। അപ്പോൾ ആദാം പാപം ചെയ്തപ്പോൾ നമ്മൾ ആദാമിൽ ഉണ്ടായിരുന്നു, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അനുസരിച്ച് നമ്മുടെ ന്യായവിധി ചുമന്നപ്പോൾ നമ്മളെയും ക്രിസ്തു വഹിച്ചു. അങ്ങനെ ഏകന്റെ അനുസരണത്താൽ നമ്മൾ നീതിവാന്മാരായി തീർന്നു. तो जब आदम ने जब पाप किया तो उस आदम में हम भी थे, जिसके वजह से एक 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 व्यक्ति के अनाज्ञाकारिता की वजह से सभी मनुष्य लोग पापी ठहराए गए। उसी रीति से प्रभु यीशु मसीह जब कलवरी क्रूस में था तो उसमें हम भी था, जिसके वजह से उसके उस प्रभु के मृत्यु की वजह से, क्रूस के कार्य की वजह से हम मसीह के द्वारा हम धर्मी ठहराए गए हैं। നമ്മൾ റോമലേഖനം 6:10 വായിക്കുകയാണ്. हम लोग रोमियो का पुस्तक उसका 6 का 10 में हम पढ़ते हैं, അവൻ മരിച്ചത് പാപത്തിന് വേണ്ടി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം 6:11 നിങ്ങളും പാപത്തിന് മരിച്ച് ക്രിസ്തുവിനോട് കൂടെ പാപത്തിന് മരിച്ചിട്ട് ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. तो उसका 6 का 10-11 में पढ़ते समय में, क्योंकि वह जो मर गया था पापों के लिए एक बार मर गया, परंतु जो जीवित है तो वो परमेश्वर के लिए जीवित है। और 11 में लिखा है कि ऐसे ही तुम भी अपने आप को पाप के लिए तो मरा, परंतु परमेश्वर के लिए मसीह यीशु में जीवित समझो। അപ്പോൾ ഇതാണ് അകത്ത് വരിക എന്ന്. കർത്താവിലാണ് നമ്മൾ. ഒരുവൻ ക്രിസ്തുവിലായാൽ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം പിതാവായ ദൈവത്താൽ, 1 Corinthians 1:30 പിതാവായ ദൈവത്താൽ നാം ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, നാം ക്രിസ്തുവിലാണ് എന്നുള്ളത് ഏറ്റവും സെക്യൂറായ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണ്. ഞാൻ ക്രിസ്തുവിലാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. तो इसी को कहते हैं भीतर आना करके, और ये इसी भीतर का अनुभव में है, मतलब क्या है कि हम लोग प्रभु पे विश्वास करने के द्वारा हम मसीह में है। जो हम लोग पहला कोरिन्थी उसका 1:30 में हम पढ़ते समय में हम देखते हैं कि परंतु उसी की ओर हम मसीह यीशु में है, तो वो विश्वास करने के द्वारा हम मसीह में है। അതാണ് അകത്ത് വരും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10:9 ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ വരുന്നവൻ അകത്ത് വരും. അപ്പൊ ക്രിസ്തുവിലാണ് നമ്മൾ. നമ്മള് വായിക്കുന്നുണ്ട്, നമ്മളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്, പിതാവായ ദൈവത്തിലാണ്, നമ്മൾ ഗുപ്തരാണ്, ക്രിസ്തുവിനാൽ മറയപ്പെട്ടവരാണ്. നമ്മൾ അത്രമാത്രം കർത്താവ് നമ്മളെ സുരക്ഷിതരാക്കി വെച്ചിരിക്കുകയാണ്. यही बात है प्रभु वहां पर यूहन्ना 10:9 में कहते समय में कि द्वार मैं ही हूँ, और जो इस कोई भी इस द्वार में प्रवेश करेगा वो उद्धार पाएगा, और वो भीतर बाहर प्रवेश करेगा। तो भीतर आने का जो अनुभव है वो ये विश्वास के द्वारा हम लोग अंदर प्रवेश करने का प्रभु में हमको प्रबंध प्रभु ने विश्वास करने वालों को दिया है। जो प्रभु जो इस विषय में कोलोसियों में भी हम पढ़ते हैं कि अभी हम मसीह में छुपे हुए हैं करके, और हम और मसीह में हम जो पिता में भी हम है करके, इस विषय से हम समझते हैं। അപ്പോൾ യോഹന്നാൻ 10:9 നമ്മൾ വായിച്ചതുപോലെ, ഒരുവൻ എന്നിൽ വിശ്വസിച്ചാൽ ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്തു വന്നാൽ അവൻ അകത്തു വരികയും ഇനിയും പുറത്തു പോവുകയും ചെയ്യും. അപ്പൊ എന്താണ് വെന്റ് ഔട്ട്, പുറത്തു പോവുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. तो इसलिए जब हम पढ़ते समय में कि जो अभी उद्धार पाने के बाद वो क्या करेगा, अभी वो भीतर बाहर आया जाया करेगा। तो भीतर के विषय में हमने देखा कि विश्वास करने के द्वारा हम मसीह में आ गए। अब बाहर जाने का विषय में क्या है करके हम देखेंगे। അപ്പോൾ അകത്തു വരിക എന്നുള്ളതിന് നോഹ പെട്ടകത്തിൽ കടന്നതിനെയാണ് കർത്താവ് ഊമിക്കുന്നത് പോലെ, പുറത്തു പോവുക എന്ന് പറയുന്നതിനും ഒരാളെ ദൈവം കർത്താവ് ഊമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ലോത്ത്. तो जैसा प्रभु भीतर प्रवेश करने के विषय के लिए परमेश्वर ने एक व्यक्ति को प्रतिनिधि करके रखा था जो था नोआ, उसी रीति से बाहर आने के विषय के लिए भी प्रभु ने एक व्यक्ति को प्रतिनिधि करके जो रखा हुआ जो व्यक्ति है वो है लोत। അപ്പൊ നമുക്ക് ലൂക്കോസ് സുവിശേഷം അതിന്റെ 17 അധ്യായം, लूका का सुसमाचार 17 अध्याय, ലോത്തിന്റെ കാര്യം പറഞ്ഞിട്ട്, ലോത്തിന്റെ കാര്യം പറയുന്നത് നമ്മൾ കർത്താവിൽ പ്രവേശിക്കുന്ന കാര്യമാണ്. ഇനി നോഹയുടെ കാര്യം പറയുന്നത്.
ഇനി ലോത്തിന്റെ കാര്യം പറയുകയാണ്. നമ്മളെ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ 17 17 28 വാക്യം. हाँ, तो जब पहला हमने नोह के विषय में हमने देखा, तो भीतर प्रवेश करना मतलब क्या, उद्धार पाकर मसीह में प्रवेश करने के विषय में वहां पर हम पढ़ते हैं। अभी उसका अगला वाक्य में लूका 17 का 28 में पढ़ते समय में लूत के बारे में हम पढ़ते हैं। ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലത്തും സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. എന്നിട്ട് പറയാണ്, അതിന്റെ അടുത്ത വാക്യം നമ്മൾ വായിക്കും, 29 വാക്യം. എന്നാൽ ലോത്ത് സോതോം വിട്ട നാളിൽ, സോതോം വിടുക, അത് ഔട്ട്, അതാണ് ഗോ വെന്റ് ഔട്ട്, तो उसमें लूका 17 का അകത്ത് വരികയും പുറത്തു പോവുകയും. അപ്പൊ എന്താണ്, ലോത്ത് സോതോം വിട്ടതിനെയാണ്. അപ്പോൾ ഒരാളെ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രവേശിച്ചാൽ ആ വ്യക്തി രക്ഷ പ്രാപിച്ചു എന്നുള്ളതാണ് ഉറപ്പ്. അവൻ സോതോം വിടണം. അതാണ് സോതോം വിട്ടു അല്ലെങ്കിൽ ലോകം വിട്ടു എന്നുള്ളതിന്റെ തെളിവാണ് അവൻ ക്രിസ്തുവിലായിരിക്കുന്നു എന്നുള്ളത്. तो जैसा नूह ने अंदर भीतर प्रवेश किया जहाज में और उसको उद्धार का अनुभव में वो प्रवेश किया, उसी रीति से दूसरा व्यक्ति को हम देखते हैं उसने क्या किया। लूका 17 का 29 में हम पढ़ते हैं कि 29 में कि जिस दिन लूत सोदोम से निकला, यानी सोदोम से बाहर आया के विषय में हम पढ़ते हैं, जो जहाँ पर सोदोम में न्याय होते समय में वो बाहर निकला। तो ये एक विश्वासी का लक्षण को हम देखते समय में मसीह में आने के बाद, वो मसीह में प्रवेश करने के बाद तुरंत वो संसार से बाहर निकलने का अवस्था भी उसके जीवन में होता है। इसी को हम कहते हैं कि भीतर और बाहर प्रवेश करने का विषय। അപ്പോൾ സോതോം വിടാത്തവർ എന്ത് ചെയ്തു? അവർ തിന്നു കുടിച്ചു വിറ്റു നട്ടു പണിതും പോന്നു. കുറച്ചും കൂടെ നോഹയുടെ കാലത്തുള്ളവനെ കുറച്ചും കൂടെ ചില കാര്യങ്ങൾ പറയുന്നതിനോട് അവർ വിറ്റു നട്ടു പണിതും പോന്നു. और उस समय के सोदोम के लोगों ने वहां पर क्या किया, नोह के दिन से भी ज्यादा बातें उन लोग ने लूत के समय में सोदोम के लोगों ने किया। उन लोगों ने क्या किया, खाते पीते लेने देने में और पेड़ लगाते और घर बनाने में वो लोग बने रहे करके विषय में वहां पर हम देखते हैं कि जो नोह के दिनों से भी ज्यादा काम किया। എന്നാൽ ലോത്ത് സോതോം വിട്ട നാളിൽ, परंतु जिस समय जिस दिन लूत सोदोम से बाहर निकला, എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൽ പ്രവേശിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലോകം വിട്ടു. मतलब क्या कि जिस क्षण हम लोग मसीह में उद्धार में प्रवेश कर मसीह में प्रवेश किया, उसी समय में हम लोग सोदोम से या संसार से बाहर निकला। അപ്പോൾ സോതോം വിടാത്തവർക്ക് ന്യായവിധി വരും. ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. और क्या हुआ कि जितने लोगों ने सोदोम को नहीं छोड़ा, उधर क्या हो गया, उस दिन आग से क्या हो गया, गंधक आकाश से बरसा और सब लोग नाश हो गए। അപ്പൊ കർത്താവിൽ പ്രവേശിക്കുക, എൻ്റർ ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും ലോകം വിടുക എന്നുള്ളത്, ലോകത്തെ നമ്മൾ വിട്ടിരിക്കുന്നു. അതാണ് ക്രിസ്തുവിൽ. നമുക്ക് ലോകത്തിലും ക്രിസ്തുവിലും ഒരുമിച്ചായിരിക്കാൻ കഴിയത്തില്ല. तो मतलब जो कोई भी मसीह में है करके बोलते समय में क्या है कि वो मसीह में प्रवेश भी किया है, उसी समय में वो संसार से बाहर भी निकला है, सोदोम से बाहर निकला भी है। ये साथ में होने वाला अवस्था है। मतलब मसीह में भी है और संसार में भी है, ऐसा दोनों जगहों पर नहीं रह सकता। അപ്പം രണ്ട് പ്രധാന കാര്യങ്ങള് കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 10:9 വാക്യത്തിൽ, ഞാനാണ് വാതിൽ, ഒരുവൻ എന്നിലൂടെ വന്നാൽ അകത്ത് വരും, എൻ്റർ ചെയ്തു. അകത്ത് വന്നാൽ എന്ത് ചെയ്യും? അവൻ പുറത്തു പോകും. എവിടുന്ന് പുറത്തു പോകും? ലോകത്തിൽ നിന്ന് അവൻ പുറത്തായി. तो वहां पर इसलिए प्रभु वहां पर दो बातें वहां पर कहा है। यूहन्ना का सुसमाचार 10:9 में जो हमने पढ़ा कि द्वार मैं ही हूँ, यदि कोई मेरे द्वारा भीतर प्रवेश करता है तो उद्धार पाएगा और भीतर बाहर जाएगा। मतलब वो मसीह में जो प्रवेश किया है वो संसार से बाहर भी निकलेगा। അപ്പോൾ ഈ സോതോം എന്ന് പറയുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകം 11:18 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ് സോതോം? प्रकटीकरण का पुस्तक 11 का 11 वर्स 11:8 11 का 8 में वहां पर सोदोम क्या है करके हम वहां पर हम पढ़ते हैं। അവിടെ മഹോദ്രവ സമയത്ത് രണ്ട് സാക്ഷികൾ എഴുന്നേൽക്കുന്നതും ആ സാക്ഷികൾ മരിക്കുന്നതുമായ കാര്യത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. കർത്താവ് ക്രൂശിക്കപ്പെട്ടതും, നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതിയിൽ, അപ്പോൾ യെരുസലേം എന്ന മഹാനഗരത്തിന്റെ വീതിയിൽ അവര്, അപ്പോൾ അത് ലോകത്തെയാണ് കാണിക്കുന്നത്. ലോകത്തിന്റെ മഹാനഗരം, ലോകത്തിൽ ആയിരിക്കുന്നവരെ കുറിച്ചാണ്. അവര് ലോകം വിടാത്തവരുടെ അവസ്ഥയെ കുറിച്ചാണ് കാണിക്കുന്നത്.
वहां पर रेवलेशन 11 का 8 में पढ़ते समय में वहां पर 2 गवाह लोगों का मृत्यु हो जाने के बाद वो उस अवस्था को वहां पर हम देखते हैं समय में, और फिर क्या देखते हैं कि वहां पर उनका जो लोते हैं बाहर नगर में चौक में पड़ी रही, जो आत्मिक रीति से सोदोम और मिस्र को कहलाती है, तो कहते हैं करके बोलते हैं समय में, तो वो एक बड़ी नगर के बाहर वो लोग पड़ा था करके, तो वो बड़ा नगर यानी संसार को दर्शाता है सोदोम को। അവിടെ കുറച്ചും കൂടെ വിശദമായിട്ട് പത്രോസ് ഈ പെട്ടകത്തിൽ അല്ലെങ്കിൽ 1 പത്രോസ് 3:20 വായിക്കുന്നുണ്ട്. और उसको और स्पष्ट में वहां पर पहला पत्रोस 3:20 में जब पढ़ते समय में वहां पर हम देखते हैं ആ പെട്ടകത്തിൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. और वहां पर हम देखते हैं कि उस जहाज के द्वारा 8 लोग बच गए थे, जो एक बपतिस्मा का एक छाया को दर्शाता है, दृष्टांत को दिखाता है। അതിന്റെ 21 വാക്യത്തിൽ വായിക്കുമ്പോൾ और 21 में हम पढ़ते हैं സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കഴുകിക്കളയുന്നതല്ല എന്ന് പറഞ്ഞാൽ, അത് പഴയ നിയമത്തിലുള്ള സ്നാനങ്ങൾ, ഒരുപാട് സ്നാനങ്ങളുണ്ട്. അത് മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ അവർ കൈ കഴുകണം, ശവത്തെ തൊട്ട കൈ കഴുകണം, ഇങ്ങനെയുള്ള സ്നാനങ്ങൾ ജഡത്തെ കഴുകുന്ന ആ സ്നാനത്തെ കുറിച്ചല്ല. പിന്നെയോ നമ്മൾ കർത്താവായ യേശുവിനോട് കൂടെ മരിച്ച ആ യാഥാർത്ഥ്യമാണ് ഇവിടുത്തെ. കാരണം ആ ലോകത്തെ വിടുക, ഞാൻ ലോകത്തിനും ഞാൻ ക്രിസ്തുവിനോട് മരിച്ചപ്പോൾ ഞാൻ ലോകത്തിനു മരിച്ചു, ഞാൻ ലോകം എനിക്കും മരിച്ചു എന്ന് നമ്മൾ ഗലാത്യ ലേഖനം 6:14 പറയുന്ന കാര്യമാണ്. സ്നാനമോ ഇപ്പോൾ ജഡത്തിന് അഴുകി കളയുന്നതല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയാണ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. तो वहां पर जो पानी का जो दृष्टांत है, अर्थात जो बपतिस्मा यीशु मसीह की कि क्या उसके द्वारा मैं अभी उसमें हो चुका हूँ, अभी उसमें बचता है करके ये एक दृष्टांत को वो बताता है। तो वो हाथ पैर का गंदगी को धोने का विषय की बात नहीं है, क्योंकि पुराने नियम में हम देखते हैं कि लोग हमेशा हाथ पैर मुंह बाजार से बाहर घर पे आने के बाद हाथ पैर मुंह धोते थे। इस तरह का कोई धोने वाला कार्य नहीं है, बल्कि मैं मसीह में एक हो चुका हूं करके, उस मसीह में एक होने की वजह से मैं संसार से मैं अलग हो चुका हूं, अब मैं संसार के लिए और संसार मेरे लिए मर चुका है करके, जैसे गलतियों 6 में हम पढ़ते समय में उस बात का अनुभव है जो हम मसीह में एक होने वाले लोगों को रहता है। അപ്പോൾ നോഹയുടെ പെട്ടകം ആ വെള്ളത്തിലൂടെ പോയി ന്യായവിധി കഴിഞ്ഞ് അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചതുപോലെ തന്റെ 8 പേരെയും കൊണ്ട് ചെന്നതുപോലെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ന്യായവിധിയിലൂടെ പോയി സ്വർഗത്തിൽ, അതാണ് നമ്മൾ 1 പത്രോസ് 3:22 അവൻ സ്വർഗത്തിൽ പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ആയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരണത്തിലൂടെ പോയി, ന്യായവിധിയിലൂടെ പോയി നമുക്ക് വേണ്ടി ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് അതാണ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മുടെ സ്ഥാനം അത്രത്തോളം ക്രിസ്തുവിൽ സുരക്ഷിതമാണ്, നമ്മുടെ രക്ഷ ഭദ്രമാണ്, നമ്മുടെ രക്ഷ ക്രിസ്തുവിലാണ്. നാം ക്രിസ്തുവിലാണ് എന്നുണ്ടെങ്കിൽ നമ്മള് ലോകത്തിന്മേൽ ന്യായവിധി വരുമ്പോൾ നമ്മൾ ഇനി ലോകത്തിലില്ല, കാരണം നമ്മൾ ക്രിസ്തുവിലാണ്. तो जैसा पुराने नियम में नोआ और उसका कुटुंब जहाज में प्रवेश करने के बाद फिर सारा न्याय वो जहाज ने ले लिया, और फिर उस न्याय से पार होकर वो लोग सुरक्षित एक पहाड़ में उन लोग संभाले गए थे, सुरक्षित रहे, कुछ भी उनको हानि नहीं हुआ। उसी रीति से नए नियम में जो कोई भी प्रभु यीशु में विश्वास करेगा तो उन लोग दुनिया में आने वाला जो न्याय से वो लोग बचकर सुरक्षित स्वर्गीय सर में वो लोग रहेंगे करके, उस बात का छाया है जो हमने पहला पत्रोस 3:21 में पढ़ते समय में हम देखते हैं कि जो नोह के दिन के समान हुआ है, जो नए नियम में मसीह के द्वारा है करके। तो वो अनुभव है, वो विषय है जो आज हम लोग मसीह में होने वाले लोगों को मिलता है। അപ്പൊ കർത്താവ് മത്തായി യോഹന്നാന്റെ സുവിശേഷം 10:9 പറയുന്നത് പോലെ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവർ രക്ഷപ്പെടും, അവൻ അകത്തു വരിക എന്ന് പറഞ്ഞാൽ നോഹ പെട്ടകത്തിൽ കടന്നതുപോലെയും, പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ ലോത്ത് സോദോം വിട്ടതിനെ കുറിച്ച്, വെന്റ് ഔട്ട്, ലോകം വിടുന്നതിനെ കുറിച്ചുമുള്ള സാദൃശ്യമാണ് കർത്താവ് ഉദ്ദേശിച്ചത്. तो वहां पर द्वार में ही वापस हम लोग यूहन्ना का सुसमाचार 10:9 में जहाँ पर प्रभु कहता है कि द्वार में ही हूँ, और जो मुझ पर विश्वास करेगा उद्धार पाएगा और भीतर बाहर जाएगा। मतलब भीतर मतलब क्या, नोहा जैसा विश्वास के द्वारा जहाज में प्रवेश कर वो बच गया, और बाहर आया मतलब सोदोम से बचकर बाहर आया हुआ लोत के समान का ये बात को रीति से है, दृष्टांत को देकर बता रहा है प्रभु भीतर और बाहर आने का अवस्था को। ഇനിയും ഒരു കാര്യം കൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞു അവർ മേച്ചിൽ കണ്ടെത്തും.
और फिर उसके बाद आखिरी में क्या होगा, इस तरह बाहर अंदर बाहर आया जाएगा करेगा और फिर चारा पाएगा। അപ്പൊ കർത്താവിൽ പ്രവേശിക്കുകയും ലോകം വിടുകയും ചെയ്താൽ അവർക്ക് വേണ്ടി ദൈവം പ്രത്യേകമായ ഭക്ഷണം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അവർക്ക് വേണ്ടി കർത്താവ് തുറക്കുകയും നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ കൊണ്ടും നമുക്ക് എന്തെല്ലാം വാഗ്ദാനങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിച്ച് നമ്മളെ വഴി നടത്തും. तो जिसके वजह से वो लोग चारा पाएगा, मतलब क्या है कि जो कोई भी प्रभु यीशु मसीह में उद्धार के द्वारा मसीह में प्रवेश कर संसार को छोड़कर संसार से बाहर आए हुए लोगों को प्रभु उनके लिए एक खास भोजन जो तैयार करके रखा है, वो है प्रभु का वचन, जो अपने विश्वासियों को, संसार छोड़कर आने वाले लोगों को भरपूरता से प्रभु अपना वचन देकर उनको तृप्त करता है। അപ്പോൾ കർത്താവ് മിസ്രയീം വിട്ട ജനങ്ങൾക്ക് ദൈവം മരുഭൂമിയിൽ എങ്ങനെ കരുതിയോ അതിനേക്കാൾ ശ്രേഷ്ഠമായി നെഹമ്യാവിന്റെ പുസ്തകം 9:19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് മരുഭൂമി വിട്ട ജനം അല്ലെങ്കിൽ മിസ്രയീം വിട്ട ജനം ദൈവം എങ്ങനെ കരുതി അല്ലെങ്കിൽ അവിടെ എങ്ങനെ അവർക്ക് വേണ്ടി കരുതിയത് നെഹമ്യാവിന്റെ പുസ്തകം 9:19-20 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. तो किस रीति से प्रभु ने अपने लोगों को जैसे ही वो लोग मिस्र देश छोड़कर आते समय में, जब वो लोग जंगल में मरुभूमि में रहते समय में, किस रीति से प्रभु उनको खाना खिलाया, अद्भुत रीति से उनको भोजन देकर तृप्त करके चलाया, उससे भी अद्भुत और बड़ा रीति से प्रभु नए नियम के विश्वासियों को वचन देकर प्रभु चलाएगा। इस बात का एक दृष्टांत में प्रभु नहम्याह का पुस्तक उसका 9:19-20 पढ़ते समय में प्रभु वहां पर हम देखते हैं। അവിടെ നെഹമ്യാവ് ദൈവത്തോട് പറയുകയാണ്, അവരെ ആ ജനത്തിന് പല കുറവുകളും ഉണ്ടായിരുന്നു എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം അവരെ മരുഭൂമിയിൽ നീ വിട്ടുകളഞ്ഞില്ല. तो वहां पर नहम्याह का पुस्तक 9:19 में नहम्याह वहां पर गवाही देता है कि हे प्रभु परमेश्वर, तेरे इजरायली लोगों में बहुत सारा कमी हो जाने के बाद भी तो भी जो तू अता दयालु है, बलत क्योंकि तूने उनको जंगल में त्यागा नहीं। പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം അവർ കൊടുത്തു. दिन में उनको अग्निस्तंभ, दिन में उनको मेघ स्तंभ, रात को उनको अग्निस्तंभ बनकर तू उनको चलाया। 20 വാക്യത്തിൽ വായിക്കുകയാണ്, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ അവർ കൊടുത്തു. और फिर उधर 20 में हम पढ़ते हैं कि वरन तू उसको समझाने के लिए तूने अपना आत्मा को भी भेजा। അവരുടെ വായിക്ക് ഒന്നിനും മുട്ടുവരാതെ വണ്ണം മന്ന കൊടുത്തു. और उनको अपना मन्ना उनको खिलाकर उनको तृप्त रखा। അവർക്ക് ദാഹത്തിന് വെള്ളം കൊടുത്തു. और फिर उनको प्यास लगते समय में उनको पानी दिया। അങ്ങനെ മിസ്രയീം എന്ന ലോകം വിട്ട ജനത്തിന് കിട്ടിയ സംരക്ഷണം പോലെ തന്നെ നമുക്കും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വചനത്തിന്റെയും ആത്മാവിന്റെയും സഹായം എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. उसी रीति से जैसा मिस्रैम को छोड़कर बाहर निकलते समय में उनको खाना और पीने के लिए मिला, उसी रीति से नए नियम की विश्वासी को भरपूर वचन का और पवित्र आत्मा का सामर्थ का कार्य नए नियम की विश्वासियों को मिलेगा। നമ്മുടെ റോമലേഖനം 8-1 വാക്യത്തിലുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ന്യായവിധിയില്ല. പിന്നെ അവനാണ്, അവിടെ മലയാളം ട്രാൻസ്ലേഷൻ വന്നിട്ടില്ല, അവർ ന്യായവിധി ഇല്ലാത്തവർ എവിടെയാണ്? ആത്മാവിൽ നടത്തപ്പെടുന്നവരാണ് എന്ന് എഴുതിയിട്ടുണ്ട്. तो इसके लिए रोमियो का पुस्तक 8:1 में पढ़ते समय में वहां पर एक बात लिखा गया है कि सो आपसे जो कोई भी मसीह में है वो दंड की आज्ञा नहीं, ये दंड की आज्ञा नहीं है करके होने के बाद, उससे पार हो जाने के बाद अभी उनका अवस्था क्या है? अभी वो शरीर के अनुसार नहीं बल्कि आत्मा के अनुसार चलने वाले, यानी कि दंड की आज्ञा से बचने के बाद तुरंत उनको पवित्र आत्मा के अगुवाई में उन लोग को प्रभु चलाता है। അപ്പം ആത്മാവിലാണ് വചനം, അല്ലെങ്കിൽ ആത്മാവിന്റെ വചനം, ആത്മാവിനാൽ വചനം കിട്ടണം. നമ്മൾ എഫേസ്യ ലേഖനം 6:17 വായിക്കുകയാണ്, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ കൈക്കൊള്ളുവീൻ. ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് നമുക്ക് തിരുവചനം, ക്രിസ്തു കർത്താവിന്റെ വചനം നമുക്ക് തന്ന് നമ്മളെ പോഷിപ്പിച്ച് നമ്മളെ പുലർത്തുന്നത്. और फिर हमने तुरंत आत्मा का काम क्या है? वो तुरंत हमको वचन से हमें पालन पोषण करता है। जैसा हम लोग एफिसियों का पुस्तक 6 में हम लोग पढ़ते समय में वहां पर हम देखते हैं कि जो प्रभु का जो वचन है, जो सत्य वचन है, जो आत्मा का जो वचन से हमें वो चलाता है करके हम पढ़ते हैं। അവിടെ യോഹന്നാന്റെ സുവിശേഷം 14:17 കർത്താവ് പറയുന്നുണ്ട്. और യോഹന്നാ का पुस्तक उसका 14:17 है ना? 14:17 പരിശുദ്ധാത്മാവിനെ ആർക്കാണ് ലഭിക്കുന്നത്? അവിടെ കർത്താവ് പറയാണ്, ലോകം അവനെ അറിയുകയോ പരിശുദ്ധാത്മാവിനെ അറിയുകയോ കാണുകയോ ചെയ്യാത്തത് കൊണ്ട് അവനെ
പരിശുദ്ധാത്മാവിനെ ലോകത്തിന് കിട്ടത്തില്ല. എന്നാൽ നിങ്ങളോ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ പ്രവേശിച്ചവർക്ക്, ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് ആത്മാവ് ഉണ്ടായിരിക്കും. കാരണം ആത്മാവിനാലാണ് ഇനി നമുക്ക് മേച്ചിൽ സ്ഥലം കിട്ടുന്നത്. तो उसमें यूहन्ना का पुस्तक उसका 14 का 17 में पढ़ते समय में जब सत्य का आत्मा आएगा, जो पवित्र आत्मा के विषय में है, जो संसार को ये बात ग्रहण नहीं हो सकता, ना ही उनको मिलने वाला है, परंतु हमें वो मिलेगा। क्यों? क्योंकि अभी हम मसीह में है। हम मसीह में प्रवेश करने की वजह से तुरंत हमको प्रभु आत्मा से भरता है, और ये आत्मा अभी क्या कर रहा है? अभी हमें अच्छा चराई में हमें चलाएगा। അപ്പോൾ കർത്താവ് നമ്മൾ യോഹന്നാന്റെ ലേഖനം, എന്റെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15 വായിക്കുന്നുണ്ട്. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. എന്റെ അർത്ഥം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ലോകം വിടുമ്പോൾ, ക്രൂശീകരണത്തിലൂടെ അവൻ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ വചനവും വാക്തത്വങ്ങളും ശക്തിപ്പെടലും, നമുക്ക് ആത്മാവിന്റെ നിറവും ആത്മാവിന്റെ സന്തോഷവും എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. तो इसके लिए जैसा पहला यूहन्ना 2 का 15 में वहां पर यूहन्ना वहां पर कहता है कि तुम ना संसार से और संसार की वस्तुओं से तुम प्रेम रखना। यदि कोई संसार से प्रेम रखता है तो उसके उसमें पिता का प्रेम नहीं। तो ऐसा मतलब ये जो ऐसा है, तो फिर जो संसार से प्रेम नहीं करता उनका अवस्था क्या है? वो पिता का प्रेम में बने रहने की वजह से आत्मा में वो चलाया जाता है, आत्मा का सत्य में वो बना रहता है, आत्मा में वो भर जाएगा, वचन उसको मिलेगा, और वचन का सारा प्रतिज्ञाएं उसको मिलेगा, और प्रभु का सामर्थ्य में वो चलता रहेगा। അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ ഒരുവൻ അകത്തു വന്നാൽ അവൻ പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും എന്നത്, ഈ 3 കാര്യങ്ങൾ യഥാർത്ഥമായി നിറവേറിയ ഒരു വ്യക്തി പഴയ നിയമത്തിലുണ്ട്. तो जैसा प्रभु ने यूहन्ना का पुस्तक सुसमाचार 10 का 9 में जैसा हमने पढ़ा कि द्वार में ही हूँ, और यदि कोई मुझ पर विश्वास करेगा तो वो भीतर प्रवेश करने के द्वारा उद्धार पाएगा, और भीतर बाहर आया जाया करेगा। इस तरह भीतर आने का एक अवस्था है और बाहर जाने का एक अवस्था है, ये 2 बात है। उसके साथ साथ तीसरा बात क्या है कि वो चारा पाएगा। ये इस रीति से ये बात जो प्रभु ने बताया हुआ, ये 3 अनुभव से चलने वाला एक व्यक्ति है। पुराना नियम में हम देखते हैं, അത് മറ്റാരുമല്ല, രൂത്താണ്. और वो और कोई नहीं, रूत का विषय में है। രൂത്ത് 1:16 അവള് പറയുകയാണ്, നവോമിയോട് പറയുകയാണ്, रूत 1:16 में वो नवोमी से कहती है, നിന്നെ പിരിഞ്ഞ് മോവാബിലേക്ക് പോകാൻ എന്നോട് പറയരുത്. കാരണം അവള് പറഞ്ഞു, അവള് തിരിച്ച് ബേത്ലഹേമിലേക്ക് പോകുമ്പോൾ പറയുകയാണ്, ഓർപ്പയും രൂത്തിനെയും വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ദേവന്മാരുടെ അടുക്കിലേക്കും നിങ്ങൾ തിരിച്ചു പോകാൻ. അപ്പോൾ രൂത്ത് പറയുകയാണ്, ഒരിക്കലും ഞാൻ മോവാബിലേക്ക് പോകാൻ പറയരുത്. എന്നിട്ട് അവൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവൾ നവോമിയോട് പറ്റിച്ചേർന്നു. അത് കർത്താവിനോട് നമ്മൾ പറ്റിച്ചേരുന്നതിന് തുല്യമാണ്, ക്രിസ്തുവിലായിത്തീരുന്നതിന് തുല്യമാണ്. അത് എന്തൊക്കെയാണ് അവർ പറയുന്നത്? എന്നോട് മടങ്ങി പോകാൻ പറയരുത്. रूत वहां पर एक अनुभव में जब वो उसका सब नुकसान हो जाने के बाद, जब नवोमी जब रूत को और औरपा को कहता है कि तुम लोग वापस अपने देश में तुम लोग वापस चले जाओ, मोआब में चले जाओ करके बोलते समय में, जिसका उत्तर में वहां पर रूत वो बोलती है कि वो रूत का पुस्तक 1 का 16 में, कि तुम मुझे ये मत बोलना कि मुझे वापस जाने के लिए, क्योंकि वहां पर रूत का अनुभव क्या हो गया, वो नवोमी के साथ वो एक हो गई, उसी में लिपटा रही। जैसा नए नियम में हम मसीह में लिपट जाते हैं, उस रीति का अनुभव रूत को नवोमी के साथ हुआ, और उस अनुभव में वो भरकर कुछ बातें वो 16 वचन में वो कहती है, നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. ഇതാണ് ക്രിസ്തുവിൽ എൻ്റർ ആകുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇതാണ് രൂത്ത് നവവുമായി പറ്റിച്ചേർന്ന് അവള് ആയിത്തീർന്ന ഒരുവൻ അകത്തു വരും എന്ന് കർത്താവ് പറഞ്ഞ ഇതാണ്. उसका 16-17 पढ़ना। रूत बोली, तू मुझसे यह विनती न कर कि मुझे त्याग बात छोड़कर लौट जा, क्योंकि जिधर तू जाए उधर मैं भी जाऊंगी, जहाँ तू टिके वहां मैं भी टिकूंगी। तेरे लोग मेरे लोग होंगे और तेरा परमेश्वर मेरा परमेश्वर होगा। जहाँ तू मरेगी वहां मैं भी मरूंगी और वही मुझे मिट्टी दी जाएगी। यदि मृत्यु छोड़ और किसी कारण मैं तुझसे अलग हूँ, तो यहोवा मुझसे वैसा ही वरन उससे भी अधिक करे। तो ये अनुभव वहां पर रूत जब ये गवाही देते समय में, जैसा मसीह में हम लोग को भीतर प्रवेश करने का अनुभव है, वो यहाँ पर रूत ने नवोमी के साथ लिपट कर उसमें प्रवेश करने का अनुभव को वहां पर बताती है। ഇനിയും രൂത്ത് കർത്താവിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിച്ച് അവൾ തീർന്നപ്പോൾ അവൾ എന്ത് ചെയ്തു? മോവാബ് ദേശം വിട്ടു. അവൾ കംപ്ലീറ്റ്, അതാണ് വെന്റ് ഔട്ട്. ഒരുതൻ പുറത്തു പോകും. അവൾ മോവാബ് വിട്ടു കഴിഞ്ഞു.
അവൾ എന്നിട്ട് എവിടെയാണ് വരുന്നത്? ഏറ്റവും അധികം മേച്ചിൽ സ്ഥലമുള്ള ബേത്ലഹേമിലെത്തി. നമുക്കത് രൂത്തിന്റെ പുസ്തകം 1-ാം 22-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, രൂത്ത് 1:22. और फिर वहां पर रूत जब ये गवाही देते समय में वो नबोमी के साथ एक हो जाने की वजह से तुरंत वो क्या हो गया, अंदर प्रवेश किया। तो अभी बाहर भी निकली। बाहर कहाँ से निकली? वो उस मोआब के उस नगर से निकली जो संसार को दर्शाता है, जहाँ पर नाश और श्राप को दर्शाता है, उससे बाहर वो निकली। और फिर वहां पर क्या हुआ, जैसे ही बाहर निकलने के बाद उसको सबसे बड़ा आशीष और धन्य अवस्था जो है उसको चारा मिला। वो चारा का अवस्था है वाक्य जब हम लोग 22 में पढ़ते समय में हम देखते समय में वापस वो बेथलेहम में आने का विषय में वहां पर हम पढ़ते हैं। അവര് മോവാബ് വിട്ടു. ഇപ്പോൾ എവിടെ വന്ന് അവര് ബേത്ലഹേമിലെത്തി. ബേത്ലഹേമിലെത്തിയപ്പോൾ യവക്കൊയ്ത്തിന്റെ ആരംഭമാണ്. ഇഷ്ടം പോലെ ആഹാരമുണ്ട്, മേച്ചിൽ സ്ഥലമുണ്ട്. वो जैसे ही उसने जो है मोआब उसने छोड़ा और बेथलेहम में वो पैर रखने के बाद रूत का पुस्तक 1:22 में हम पढ़ते हैं कि उधर तुरंत वो क्या हो गया। और जैसे ही वो बेथलेहम में पहुंचा तो क्या हुआ, उस दिन काटने का कटनाई का आरंभ का समय था। അങ്ങനെ അവള് ബോവസിന്റെ വയലിൽ വരികയാണ്. और इस रीति से वो बोआज के खेती में आ रही है। ബോവസിന്റെ വയലിൽ അവൾ എത്തിയപ്പോൾ 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, ബോവസ് പറയുകയാണ്, और 2:8 में वहां पर बोआज कहता है, അവളോട് പറയാണ്, മോളെ നീ വേറൊരു വയലിൽ ഇനി പോകേണ്ട, ഇവിടെ വിടുകയും വേണ്ട. കാരണം ഇഷ്ടം പോലെ സഫിഷ്യന്റ് ആയിട്ട് മേച്ചിൽ സ്ഥലമുണ്ട്. वहां पर बोआज क्या कहता है कि ये रूत मेरी बेटी, अभी तू सुन कि तू अभी दूसरे की खेती में तुझको जाने की जरूरत नहीं है। तू इधर ही रुक कर इधर ही तू कटनाई काटना, क्योंकि तेरे लिए भरपूर भोजन तेरे लिए इधर ही है करके बोलकर बोआज रूत को कहता है। ഇങ്ങനെ സമൃദ്ധമായ ആഹാരം അവൾ അത് പെറുക്കി യവകൂമ്പാരത്തിന്റെ അടുക്കൽ വരെ ചെല്ലുന്ന രീതിയിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടു. और इस रीति से वो बटोरते उधर का वो बड़ी अधिकारी वो बन गई। പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ വാക്യത്തിന്റെ അല്ലെങ്കിൽ 8-ാം അധ്യായം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിന്റെ ഒരുവൻ ഞാൻ വാതിലാകുന്നു, ഒരുവൻ എന്നിൽ വിശ്വസിച്ച് അകത്തു വരും, അവൻ പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും എന്നതിന്റെ വിശദീകരണമാണ് നമ്മളെ ഇന്ന് കണ്ടത്. നമ്മളെ അകത്ത് വരുന്നതിനെ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ചതിനോടും പുറത്തു പോകുന്നതിനോട് ലോത്ത് സോദോം വിട്ടതിനോടും മേച്ചിൽ സ്ഥലം കണ്ടെത്തുന്നത് രൂത്ത് നല്ല കൊയ്ത്ത് സമയത്ത് മോവാബ് വിട്ട് ബേത്ലഹേമിൽ എത്തുന്നതിനോടും താരതമ്യപ്പെടുത്തി നമ്മൾ പഠിക്കുകയുണ്ടായി. इसके लिए प्रिय अभी हमने जो देखा हुआ ये विषय था जो यूहन्ना का पुस्तक 10:9 में, जहाँ पर प्रभु कहता है कि द्वार मैं ही हूँ, यदि कोई मेरे द्वारा भीतर प्रवेश करे तो वो उद्धार पाएगा और भीतर बाहर आया जाया करेगा और वो चारा भी पाएगा करके, जिसका विषय के लिए भीतर प्रवेश करने का विषय के लिए हमने नूह का अवस्था को देखा, जैसा उसने जहाज में प्रवेश किया। बाहर निकलने के विषय में हमने लूत को देखा कि वो सोदोम का न्याय से बचकर बाहर आया और भरपूर चारा पाने का विषय में है। हमने रूत का जीवन में देखा जहाँ पर वो बोअज का खेत में आकर वो उसको भंडारता से उसको अनाज मिला। കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മളെയും ഈ രീതിയിൽ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ വചനങ്ങളാൽ ആശ്വസിക്കാം. इसीलिए प्रभु को धन्यवाद देते हैं कि प्रभु ने इस रीति से हमें मसीह में हमें अंदर बाहर आने का अवस्था और भरपूरता का चारा पाकर मसीह में भरने के तृप्त होकर अष्टपुष्ट होकर जीने का जो अवस्था है मसीह में हमें दिया है, उस अवस्था में हम लोग और अधिक बढ़ते रहे। നമുക്ക് പ്രാർത്ഥിക്കാം. प्रभु हम सबको सहायता करें, प्रार्थना करें।